നമുക്കിന്ന് ബ്ലോട്ടിംഗ് ടെക്നിക്സ് എന്താണെന്ന് പഠിക്കാം. ബ്ലോട്ടിംഗ് ടെക്നിക്സ് 3 ടൈപ്പാണ്. സദേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, നോർത്തേൺ ബ്ലോട്ടിംഗ്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് സദേൺ ബ്ലോട്ടിംഗ് ആണ്. അപ്പോൾ സദേൺ ബ്ലോട്ടിംഗ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു DNA സ്ട്രക്ചർ അറിയാം. DNA എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കുക. ഈ രണ്ട് സ്ട്രാൻഡ്സും പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ടാണ് ഇരിക്കുക. നേരെ മറിച്ച് RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് യൂഷ്വലി കാണാറ്. എന്നിരുന്നാലും RNAക്കും ബേസ് പെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് വന്നിട്ടുള്ള DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രാൻഡ്സിനെ രണ്ട് ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് വന്നിട്ടുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രാൻഡ്സിനെ ബേസ് പെയർ ചെയ്യിക്കുക. അതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് അവർ ബേസ് പെയർ ആവുക? അതായത് ഇപ്പൊ വന്നത് 1 എന്ന് പറയുന്ന സ്ട്രാൻഡും 2 എന്ന് പറയുന്ന സ്ട്രാൻഡും രണ്ട് ഡിഫറെന്റ് സോഴ്സസ് നിന്നാണ് വന്നതെങ്കിൽ പോലും അവരുടെ സീക്വൻസ് കോംപ്ലിമെന്ററി ആണെന്നുണ്ടെങ്കിൽ അവർ ബേസ് പെയർ ചെയ്യും. ഇതാണ് ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അതായത് ഒരു സസ്പെക്റ്റഡ് പേഴ്സൺ, അയാളുടെ സെൽസിൽ HIV ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയണം. അപ്പൊ HIV ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ HIV വൈറസ് ആണല്ലോ, അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ എയ്ഡ്സ് വൈറസ് ആണ് HIV. അപ്പോൾ അയാൾ HIV ഇൻഫെക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ജനറ്റിക് മെറ്റീരിയൽ ആയ DNAയിൽ HIVയുടെ DNAയും കയറി കൂടിയിട്ടുണ്ടായിരിക്കും. HIVയുടെ DNAക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അതിനൊരു സീക്വൻസ് ഉണ്ട്, അത് ഹ്യൂമൻ DNAയിൽ ഉണ്ടാവില്ല ആ സീക്വൻസ്. അപ്പൊ നമ്മൾ എന്താ അറിയാൻ നോക്കുന്നത്? അതായത് ഈ പേഷ്യന്റിന്റെ സെൽസ് കളക്ട് ചെയ്തിട്ട് അയാളുടെ DNA കളക്ട് ചെയ്ത് ആ DNAയിൽ HIVയുടെ DNA കയറി കൂടിയിട്ടുണ്ടോ എന്ന് അറിയണം. അത് നമുക്ക് ആകെ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? HIV DNAക്ക് ഒരു സ്പെസിഫിക് സീക്വൻസ് ഉണ്ട്. അത് മാത്രമാണ് നമുക്കൊരു ഇൻഡിക്കേഷൻ ഉള്ളത്. കാരണം DNA എല്ലാം ഒരേപോലെയാണ്. അത് HIVയുടെ DNA ആയാലും മനുഷ്യന്റെ DNA ആയാലും ഒക്കെ വൺസ് രണ്ടും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ DNA ഒക്കെ DNA ആണ്. പക്ഷെ വ്യത്യാസം എന്താ വെച്ചാൽ HIV DNAയിലുള്ള സീക്വൻസുകൾ മനുഷ്യന്റെ DNAയിൽ ഉണ്ടാവില്ല. അപ്പൊ ആ സീക്വൻസ് ഈ ഹ്യൂമൻ DNAയിൽ കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ ഹ്യൂമൻ DNA കളക്ട് ചെയ്യും. ഹ്യൂമൻ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ DNA കളക്ട് ചെയ്തിട്ട് ആ DNA കളക്ട് ചെയ്ത് വെക്കണം. ഇനി എങ്ങനെയാണ് നമ്മളത് അറിയുക? ഹൗ ഡു വി ഡിറ്റക്ട് വെദർ HIV DNA ഹാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻടു ഹിസ് ജീനോം? അയാളുടെ ജീനോമിൽ HIV DNA കയറിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? അതിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ഓർ DNA. യൂഷ്വലി നമ്മൾ RNA ആണ് യൂസ് ചെയ്യുക. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള RNA മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് പ്രോബ്. കണ്ടോ? അതെ, ഇപ്പൊ നമ്മൾ പ്രോബ്. അപ്പൊ ഇതെങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യലി ഡിസൈൻഡ് ആണ്. ഇതെങ്ങനെയാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതായത് HIVയിൽ മാത്രം കാണുന്ന, എയ്ഡ്സ് വൈറസിൽ മാത്രം കാണുന്ന സീക്വൻസ് അതേപോലെ സീക്വൻസിൽ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തിട്ടാണ് ഈ RNA ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതെങ്ങനെയായിരിക്കും? നമുക്ക് എങ്ങനെ വേണേലും ഏത് സൊല്യൂഷനിൽ നിന്നും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? റേഡിയോ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലൂറസൻ ലേബലോ എന്തെങ്കിലും ഒരു ലേബൽ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. യൂഷ്വലി റേഡിയോ ലേബൽഡ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടാർജറ്റ് DNA, അതായത് മനുഷ്യന്റെ DNA, അതില് ഒരു പ്രോബ്, അതായത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ സീക്വൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു RNA പ്രോബ് കയറി ബൈൻഡ് ചെയ്യുന്നുണ്ടോ? ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ DNAയിൽ HIV വൈറസ് കയറി കൂടിയിട്ടുണ്ട്, HIV DNA കയറി കൂടിയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് ആയിട്ടുള്ള കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് അല്ലെങ്കിൽ പ്രോബ് ഒരു ടാർജറ്റ് സീക്വൻസിൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ടോ എന്നറിയുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോബ് ഒന്നുകിൽ ഒരു റേഡിയോ ഐസോടോപ്പ് വെച്ചിട്ട് ലേബിൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്ലൂറസൻ മോളിക്യൂൾ വെച്ചിട്ട് ലേബിൾഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രോബിനെ ഈ DNAയുമായിട്ട് ബൈൻഡ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ കൊടുക്കും, ഇൻക്യുബേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്യുമ്പോൾ എല്ലാ പ്രോബും വാഷ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ടാർജറ്റ് സീക്വൻസിൽ ഈ പറയുന്ന DNA ഇല്ല എന്നർത്ഥം. അതായത് ആ ഹ്യൂമൻ DNAയിൽ ഈ പറയുന്ന സീക്വൻസ് ഇല്ല എന്നർത്ഥം, HIV സീക്വൻസ് ഇല്ല എന്നർത്ഥം. നേരെ മറിച്ച് വാഷിങ്ങിന് ശേഷം പ്രോബ് അവിടെ തന്നെ ബൈൻഡ് ചെയ്തിരിപ്പുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ആ ഹ്യൂമൻ DNAയിൽ HIV DNAയും കയറി കൂടിയിട്ടുണ്ടെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷന്റെ. അപ്പൊ നമ്മൾ ഈ പ്രോബ് ആഡ് ചെയ്തിട്ട് ഈ പ്രോബ് നമ്മുടെ ആ സാമ്പിൾ DNAയിലേക്ക് ആഡ് ചെയ്തിട്ട്
ആ സാമ്പിൾ DNA ആ ടാർജറ്റ് സീക്വൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ് അവിടെ ബൈൻഡ് ചെയ്യും. പിന്നെ വാഷ് ചെയ്ത് കളഞ്ഞാലും പ്രോബ് അവിടെ നിന്ന് പോവില്ല. പിന്നെ നമ്മൾ ആ പ്രോബ് അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രോബ് അവിടെ ഉണ്ടോ എന്ന് നോക്കണേ എങ്ങനെയാണ്? അവിടെ ഫ്ലൂറസൻസ് ഉണ്ടോ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ പെർട്ടിക്കുലർ ടാർജറ്റ് സീക്വൻസ് ആ DNA ഉണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോ ഈ തിയറി പറയുന്ന പോലെ അത്ര എളുപ്പമല്ല ഈ ടെക്നിക്ക്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് മനുഷ്യന്റെ DNA ആണ് അല്ലെ? മനുഷ്യന്റെ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോബിന് കയറാൻ പറ്റില്ലല്ലോ, കാരണം ഓൾറെഡി അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പൊ ഒരു റിക്വയർമെന്റ് എന്താണ്? ഇതിനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. അതായത് ടാർജറ്റ് സീക്വൻസിനെ ഹ്യൂമൻ DNA അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള സാമ്പിൾ DNA ആദ്യം എന്ത് ചെയ്തിരിക്കണം? ഡീനേച്ചേർഡ് ആയിരിക്കണം. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ പ്രോബിന് കയറി ബൈൻഡ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കിട്ടുള്ളൂ അല്ലേ? ഇനി അത് മാത്രമല്ല, ഒരു ഹ്യൂമൻ DNA എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നൂലിന്റെ ഒരു കെട്ട് പോലെ ഉണ്ടാവുക. അപ്പൊ അതിനകത്തേക്ക് ഈ പ്രോബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിന് അതിന്റെ ടാർജറ്റ് സീക്വൻസിനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, അതായത് ഇപ്പൊ നമുക്ക് ഒരു DNA മോളിക്യൂൾ, ഭയങ്കര കോംപ്ലക്സ് ആയി കിടക്കുന്ന DNA മോളിക്യൂളിനകത്തുനിന്ന് ഒരു സീക്വൻസ് ഒരു പ്രോബിന് അങ്ങനെ പോയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ഓപ്പൺ ആയിരിക്കണം, കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിരിക്കണം. കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണെങ്കിൽ എന്ത് വേണം? ഈ DNA കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ സെൽസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള DNA ആസ് സച്ച് റോ ഫോമിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഈ ജീനോമിക് DNA? ഇതിനുള്ളിലേക്ക് ഒരിക്കലും പ്രോബിന് പോയിട്ട് അതിന്റെ ടാർജറ്റ് സീക്വൻസ് കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നുമില്ല. ബിക്കോസ് പ്രോബ് ഇസ് ഓൺലി എ മോളിക്യൂൾ. അപ്പൊ ആദ്യം അതിനെ മുറിച്ച് ഫ്രാഗ്മെന്റ്സ് ആക്കണം. ഫ്രാഗ്മെന്റ്സ് ആക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ഉണ്ട് അല്ലെ? DNA സ്പെസിഫിക് ആയിട്ട് കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ഉണ്ട്. ഇനി അപ്പൊ നമുക്കിപ്പോ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നമുക്ക് ഈ ഫ്രാഗ്മെന്റ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് ഒരു സെല്ലിൽ നിന്നുള്ള DNA അല്ല, കുറേ മില്യൺ സെൽസിൽ നിന്നുള്ള DNA ആണ്. അപ്പോ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഫ്രാഗ്മെന്റ്സ് ഉണ്ട്, മില്യൺസ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഉള്ളിലും ഈ പ്രോബിന് അങ്ങനെ പോയി കണ്ടുപിടിച്ച് ബൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് അറിയുകയും വേണം ഇതില് ഈ കട്ട് ചെയ്ത ഫ്രാഗ്മെന്റുകളിൽ ഏത് ഫ്രാഗ്മെന്റിലാണ് നമ്മുടെ ഈ ടാർജറ്റ് സീക്വൻസ് ഉള്ളതെന്നും കൂടെ അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡിന്റെ പേരാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതായത് ഒരു ജെല്ലിനുള്ളിൽ കൂടെ ഈ DNA മോളിക്യൂൾസിനെ പാസ് ചെയ്യിക്കും. അപ്പൊ അത് വോൾട്ടേജിന്റെ ഇൻഫ്ലുവൻസിൽ ഈ DNA മോളിക്യൂൾസ് ഈ ജെല്ലിലൂടെ പാസ് ചെയ്യും. അവരുടെ സൈസ് അനുസരിച്ചിട്ട് അവർ സെപ്പറേറ്റ് ആകും. ഈ ജെല്ലില് പല ഇടങ്ങളിലായിട്ട് സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് പല ബാൻഡുകളായിട്ട് ഈ DNA ഫ്രാഗ്മെന്റ്സ് പോയിരിക്കും. ഇപ്പൊ ഈ ബാൻഡില് ഒരേ സൈസുള്ള DNA ഫ്രാഗ്മെന്റുകളാണ്, ഈ ബാൻഡില് ഒരേ സൈസുള്ള കുറെ DNA ഫ്രാഗ്മെന്റ്സ് ആണ്, ഈ ബാൻഡിലും ഒരേ സൈസുള്ള കുറെ DNA ഫ്രാഗ്മെന്റ്സ് ആണ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ ചെയ്തത്? അതായത് സെല്ലുലാർ DNA എക്സ്ട്രാക്ട് ചെയ്തു, അതിനെ കട്ട് ചെയ്തു റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട്, പിന്നെ അതിനെ സെപ്പറേറ്റും ചെയ്തു, സൈസ് അനുസരിച്ചിട്ട് ഇപ്പൊ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് അപ്പൊ ഒരേ സൈസുള്ള കുറെ ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും, അവരൊക്കെ ഒരു ബാൻഡ് ഫോം ചെയ്യും. അടുത്ത സൈസുള്ള കുറെ ഫ്രാഗ്മെന്റ്സ് ഉണ്ടാവും, അവരൊരു ബാൻഡ് ഫോം ചെയ്യും. ലൈക്ക് വൈസ് നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഈ ജെല്ലിനകത്ത്. മനസ്സിലായോ? ജെല്ലിനകത്ത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മള് ഈ ജെല്ലിനകത്തുള്ള, അപ്പൊ ഓൾറെഡി ഞാൻ റിക്വയർമെന്റ് പറഞ്ഞു, ഈ പ്രോബ് പോയി ബൈൻഡ് ചെയ്യണമെങ്കിൽ ഈ DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആവണം. ഇതിപ്പോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണല്ലോ. ഇതിപ്പോ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സെല്ലിൽ നിന്ന് എടുത്തു, അതിനെ കട്ട് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി ഇലക്ട്രോഫോറസിസ് നടത്തി. ഞാൻ ഇലക്ട്രോഫോററ്റിക് ജെൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇലക്ട്രോഫോററ്റിക് ജെല്ല്. ഇതിനകത്ത് കുറേ ലൈനുകൾ ഉണ്ട്. ഇതിൽ ഏതിൽ കൂടെ വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിൽ കൂടെ പാസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഫ്രാഗ്മെന്റുകളാണ് ഇത്. ഈ വെല്ലി കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് ഇത്. ഇതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഫ്രാഗ്മെന്റ്സ് ആണ് ഇത്. അപ്പൊ അറ്റ് എ ടൈം നമുക്ക് കുറേ സാമ്പിൾസ് റൺ ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെക്കാം. ഈ കാണുന്ന ബാൻഡ് ഒക്കെ ഒരേ വലിപ്പത്തിലുള്ള DNA മോളിക്യൂൾസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരിക്കുന്ന ബാൻഡ്സ് ആണ് ഇത് കേട്ടോ. അല്ലാതെ ഇത് ഒരു ഫ്രാഗ്മെന്റ് ആയിട്ട് വിചാരിക്കരുത്, ഇതൊരു ബാൻഡ് ആണ്. ആ ബാൻഡിനകത്ത് ഒരേ സൈസുള്ള കുറേ DNA ഫ്രാഗ്മെന്റ്സ് വന്ന് ഇങ്ങനെ അക്യൂമുലേറ്റ് ആയിരിക്കുന്നതാണ് നമ്മൾ ബാൻഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോഫോററ്റിക് ജെല്ലിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഇനി നമ്മളൊരു കാര്യം ചെയ്യുക, സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കണം. സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് അറിയാമോ? ആൽക്കലി ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. സോ വൺസ് യു expose this DNA which is trapped inside the gel to alkaline treatment കൊടുത്തു കഴിഞ്ഞാൽ
ഇതിനകത്തുള്ള DNA മോളിക്യൂൾസ് ഒക്കെ എന്താകും? ഡീനേച്ചേർഡ് ആകും, അതായത് ഒക്കെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിക്കോളും. ഇതിനകത്ത് ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബാൻഡുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാൻഡുകളിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ DNA ഫ്രാഗ്മെന്റ്സ് ഒക്കെ ആൽക്കലി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. ഇപ്പൊ എല്ലാം റെഡിയായി എന്ന് വെച്ചാൽ DNA എടുത്തു, ഫ്രാഗ്മെന്റ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു, അതിനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുകയും ചെയ്തു. ഇനി നമുക്ക് പ്രോബ് ആഡ് ചെയ്യാൻ വേണ്ടേ. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോബ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരിക്കലും ഈ ജെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പ്രോബിന് മൂവ് ചെയ്തിട്ട് പോയിട്ട് അതിൻ്റെ ടാർഗറ്റ് സീക്വൻസിൽ ബൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അവിടെയും ഒരു പ്രോബ്ലം വരും. ഒരിക്കലും പ്രോബിനെ നമുക്ക് ജെല്ലിലേക്ക് ആഡ് ചെയ്ത് അതിന്റെ ടാർഗറ്റ് സീക്വൻസ് കണ്ടുപിടിപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം പ്രോബിന് ഒരിക്കലും ജെല്ലിന്റെ അകത്ത് പോയിട്ട് ടാർഗറ്റ് സീക്വൻസ് കണ്ടുപിടിക്കാനുള്ള ഇതൊന്നുമില്ല. അതൊരു ചെറിയൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത ചലഞ്ചാണ്. അടുത്ത ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഈ ജെല്ലിനകത്ത് ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ DNA ഫ്രാഗ്മെന്റുകളെല്ലാം പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം എന്താ, ഈ ജെല്ലില് ഈ ബാൻഡുകൾ എങ്ങനെയാണോ ഇരുന്നേ അതേപോലെ അത് പുറത്തു വരണം. അപ്പോൾ ജെല്ലിനകത്തുനിന്ന് ഈ DNA ഫ്രാഗ്മെന്റുകളൊക്കെ പുറത്തു വരികയും വേണം. എന്നാൽ ഈ ബാൻഡുകൾ ഇതിൽ ഫോം ചെയ്ത ബാൻഡുകൾക്കൊന്നും ഒരു തടസ്സം വരാനും പാടില്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എല്യൂട്ടിങ് സൊല്യൂഷൻ ഒഴിച്ച് ഒരു എലിവന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ DNA ഒക്കെ പുറത്തേക്ക് വരും. പക്ഷേ കാര്യം എന്താ, ആ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതൊക്കെ വെറുതെ ആയില്ലേ. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരാം. അങ്ങനെ വരാൻ പാടില്ല. ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് കിട്ടുകയും വേണം, ജെല്ലിന്റെ ഉള്ളിൽ തന്നെ പുറത്തെടുക്കുകയും വേണം. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്ലോട്ടിംഗ്. EM സദേൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് അത് ഡെവലപ്പ് ചെയ്തത്, ഈ ഒരു ടെക്നിക്ക്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ സദേൺ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലെന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ജെല്ലിനകത്തുള്ള DNA മുഴുവൻ നമ്മൾ ഒപ്പിയെടുക്കുന്ന പ്രോസസ്സാണ് ബ്ലോട്ടിംഗ്. ബ്ലോട്ടിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒപ്പിയെടുക്കുക എന്നാണ്. അപ്പോൾ അത് ഞാനൊരു ഡയഗ്രത്തിൽ കൂടെ കാണിച്ചു തരാം. കണ്ടോ, അതിന്റെ ടെക്നിക്സ് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ജെല്ല്. ഈ ജെല്ല് ഇപ്പോൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കണുണ്ടോ, ജെല്ല്. ഓക്കെ, ഈ ജെല്ലിന്റെ മുകളില് നമ്മളൊരു മെംബ്രെയിൻ വെക്കുക, ഒരു സപ്പോർട്ട്. അതിന്റെ നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിൻ ഏത് വേണേലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ജെല്ലിന്റെ മുകളില് ഈ നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ വെച്ചിട്ട് ജെല്ലിനകത്ത് ട്രാപ്പ് ചെയ്തിട്ടുള്ള DNA മോളിക്യൂളുകളൊക്കെ, ബാൻഡുകളായിട്ടുള്ള DNA മോളിക്യൂളുകൾക്ക് അങ്ങനെ തന്നെ ഈ നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് വലിച്ച് എടുക്കുന്ന പ്രോസസ്സാണ് ബ്ലോട്ടിംഗ്. അപ്പോൾ ഒപ്പിയെടുക്കുന്ന പ്രോസസ്സാണ് ബ്ലോട്ടിംഗ്. അപ്പൊ ജെല്ലിനകത്തുള്ള DNA ഫ്രാഗ്മെന്റുകളെ മുഴുവൻ ആ ബാൻഡിന്റെ പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് ജെല്ലിനുള്ളിൽ നിന്നും ഇങ്ങനൊരു മെംബ്രെയിനിലേക്ക് ഒപ്പിയെടുക്കുന്ന പ്രോസസ്സാണ് ബ്ലോട്ടിംഗ്. ഇത് കണ്ടുപിടിച്ചത് EM സദേൺ ആയതുകൊണ്ട് ഇതിനെ സദേൺ ബ്ലോട്ടിംഗ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഫൈനലി എന്തായി, നമുക്കിപ്പോ ജെല്ലിനകത്ത് ട്രാപ്പ് ചെയ്തിരുന്ന DNA ഫ്രാഗ്മെന്റുകൾ ഒരു ബാൻഡിന്റെ രൂപത്തിലായിരുന്നു. അതേ പാറ്റേണിൽ നമുക്കിപ്പോൾ എല്ലാ DNA ഫ്രാഗ്മെന്റ്സും ഇപ്പൊ ഈ പേപ്പറിലേക്ക് കിട്ടി, നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിനിലേക്ക് കിട്ടി. മനസ്സിലായോ? അതും എന്ത് രൂപത്തില്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രൂപത്തിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി പ്രോബ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഈ റേഡിയോ ലേബിൾ പ്രോബ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്രോബുള്ള ഒരു ട്രഫ്, ഒരു ട്രഫിനകത്ത് സൊല്യൂഷനിൽ പ്രോബ് ഉണ്ടായിരിക്കും, റേഡിയോ ലേബിൾ പ്രോബ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ മെംബ്രെയിനിനെ ആ പ്രോബുള്ള സൊല്യൂഷനിൽ മുക്കി വെക്കുക, ഇൻക്യുബേറ്റ് ചെയ്യുക. അതിനൊക്കെ ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, ഇൻക്യുബേറ്റ് ചെയ്യുക. അപ്പോ ഇതില് ഈ പെർട്ടിക്കുലർ ബാൻഡിൽ കുറെ ബാൻഡുകളിൽ DNA ഉണ്ടല്ലോ. അപ്പൊ ഈ പെർട്ടിക്കുലർ ബാൻഡിൽ പെട്ടുകിടക്കുന്ന DNAയില് ഈ പ്രോബിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ HIV സീക്വൻസ് തന്നെ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ HIVയുടെ സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇയാൾ ശരിക്കും HIV ഇൻഫെക്റ്റഡ് ആണ് ഈ മനുഷ്യൻ. അപ്പൊ ഇയാളുടെ DNAയില് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള ബാൻഡുകളിൽ ഈ ബാൻഡിൽ ഇരിക്കുന്ന DNA ഫ്രാഗ്മെന്റുകളിൽ ചിലതിൽ ഈ HIVയുടെ DNA ഉണ്ട്. അതുകൊണ്ട് ഈ പ്രോബ് അതിനോട് പോയിട്ട് ബൈൻഡ് ചെയ്യും. മനസ്സിലായോ? റേഡിയോ ലേബിൾഡ് പ്രോബ് അതിനോട് ബൈൻഡ് ചെയ്യും. അപ്പൊ അതാണ് ഹൈബ്രിഡൈസേഷൻ. ഇതേപോലെ പ്രോബ് ഈ DNA ആയിട്ട് ബൈൻഡ് ചെയ്യും. കാരണം DNA നമ്മൾ ഓൾറെഡി സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ, പ്രോബ് അവിടെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ, ഇത് വാഷ് ചെയ്യണം. ഈ മെംബ്രെയിൻ നല്ലോണം വാഷ് ചെയ്യണം. ഇതൊക്കെ മെംബ്രെയിൻ ആണെങ്കിലേ നടക്കുള്ളൂ, ജെല്ലാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പൊ നമ്മൾ ഈ മെംബ്രെയിൻ വാഷ് ചെയ്യും. എന്തിനാ വാഷ് ചെയ്യണേ, അതായത് അൺബൗണ്ട് ആയിട്ടുള്ള പ്രോബ് വല്ലതും ഉണ്ടെങ്കിൽ വാഷ് ചെയ്ത് പോവാൻ. അല്ലെങ്കിൽ എന്താ പറ്റുക,
പ്രോബ് അവിടെ ഇരിപ്പില്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുക ടാർഗറ്റ് സീക്വൻസ് ഉണ്ട് എന്ന്. നമുക്ക് പ്രോബ് ഉണ്ടോന്ന് അറിയണ്ടേ? പ്രോബ് ഉണ്ടെങ്കിൽ സീക്വൻസ് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോൾ ബൈൻഡ് ചെയ്യാത്ത എല്ലാ പ്രോബും വാഷ് ചെയ്ത് പോകും. ബൈൻഡ് ചെയ്ത പ്രോബ് അവിടെ നിൽക്കും. അപ്പൊ സപ്പോസ് ഇയാളുടെ DNA-യിൽ HIV സീക്വൻസ് ഉണ്ടെങ്കിൽ പ്രോബ് അവിടെ ബൈൻഡ് ചെയ്തിരിക്കും. വാഷിംഗ് കഴിഞ്ഞാലും ബൈൻഡ് ചെയ്തിരിക്കും. ഇയാളുടെ DNA-യിൽ HIV സീക്വൻസ് ഇല്ലെങ്കിലോ ഒറ്റ പ്രോബും അവിടെ ഉണ്ടാവില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോബും പോകും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇവിടെ HIV സീക്വൻസ് ഉണ്ടെന്നാണ് ഫോർ ദ ടൈം ബീങ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? പ്രോബ് ഉണ്ടോന്ന് അറിയണം. പ്രോബിന് കളറൊന്നുമില്ല, പക്ഷെ പ്രോബ് റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പൊ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക് ഉണ്ട്. അതിന്റെ പേരാണ് ഓട്ടോ റേഡിയോഗ്രാഫി. ഓക്കെ, അപ്പൊ ഈ മെംബ്രെയിനെ നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫിക്ക് വിധേയമാക്കിയാൽ മതി. എവിടെയാണോ പ്രോബ് ഉള്ളത് അവിടെ നമുക്ക് കളർ കാണാൻ പറ്റും, കളർ സിഗ്നൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സിഗ്നൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇതിനകത്തുള്ള ഈ ബാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡയഗ്രത്തിൽ കൂടെ കാണുന്നത് മാത്രമാണ്. ഇതാണ് നമ്മൾ റിയൽ ആയിട്ട് കാണുക. ഈ ഒരു ബാൻഡ് മാത്രമേ റിയൽ ആയിട്ട് കാണുള്ളൂ. ഇതൊക്കെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഡയഗ്രാം ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഇതൊന്നും നമുക്ക് കാണില്ല ഈ ബാൻഡ് ഒന്നും. ഓക്കെ, ബാൻഡിനെ നമ്മൾ എന്തെങ്കിലും ഒരു ഡൈയോ എന്തെങ്കിലും ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബാൻഡിനെ കാണുള്ളൂ. അതർവൈസ് നമുക്ക് ഈ ബാൻഡ് ഒന്നും കാണില്ല. ഇത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് ആകെ എന്താ കാണാ? ഓട്ടോ റേഡിയോഗ്രഫി കഴിയുമ്പോൾ ഇവിടെ ഒരു കളർ കാണും. അതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ഫ്രാഗ്മെന്റിലാണ് പ്രോബ് പോയി ബൈൻഡ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് കഴിഞ്ഞിട്ടും അത് പോയിട്ടില്ല. അതിന്റെ അർത്ഥം ആ സീക്വൻസ് അവിടെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലോട്ടിംഗ് നടത്തേണ്ട ഒരു ആവശ്യകത. അതായത് ഈ ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ നടക്കാനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന DNA ഫ്രാഗ്മെന്റുകളെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സപ്പോർട്ടിലേക്ക് ഒപ്പിയെടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിനകത്തേക്ക് പ്രോബ് ആഡ് ചെയ്തിട്ട് ഹൈബ്രിഡൈസേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ശരിക്കും ബ്ലോട്ടിങ്ങിന്റെ ആവശ്യം. ഓക്കെ, അപ്പൊ ന്യൂക്ലിക് ആസിഡ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറെ സ്റ്റെപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ബ്ലോട്ടിംഗ്. അതായത് ജെല്ലില് ഇലക്ട്രോഫോററ്റിക് ജെല്ലില് സെപ്പറേറ്റ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ ഒരു സോളിഡ് ആയിട്ടുള്ള നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിനിലേക്ക് ഒപ്പിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സദേൺ ബ്ലോട്ടിങ്ങിന്റെ സ്റ്റെപ്സ് പഠിക്കാം.